അത് ഞാൻ നമ്മുടെ മുഴുവൻ ഗുരുക്കന്മാരുടെയും മുഴുവൻ പൂർവികരുടെയും മുഴുവൻ ദൈവവിശ്വാസികളുടെയും നല്ല നാസ്തികവാദികളുടെയും പാദത്തിൽ തൊട്ടുകൊണ്ട് പറയാം, ഇതെന്റെ ശാസ്ത്രമല്ല, ഇത് ഭാരതത്തിന്റെ വേദശാസ്ത്രമാണ്. ഞാൻ വേദത്തെയാണ് ഡീകോഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ശ്രീരാമ സിദ്ധാന്തത്തെയാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ പോലും ഉറങ്ങാൻ പോലും പറ്റാത്ത അത്രയും വേദരഹസ്യമാണ് നമ്മളുടെ വേദങ്ങളിൽ നിന്നും ഇപ്പോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അഷ്ടദിക്പാലകര്. ഈ 8 പീഠവും അതിനെ കഴിഞ്ഞ് ഹൃദയപീഠം എന്ന് പറയുന്ന ഇളാവൃത്തത്തിലുള്ള പീഠവും എന്താണെന്ന് അറിയുമ്പോൾ നമ്മൾ എന്താണ് ഭാരതം എന്ന് പഠിക്കും. ഭാരതം എന്താണെന്നും ഭാരതത്തിന്റെ അഷ്ടദിക്കിനെയും എങ്ങനെയാണ് അഷ്ടബന്ധത്താൽ ബന്ധിച്ചുറപ്പിച്ചിരിക്കുന്നതും അത് എന്തുകൊണ്ടാണ് ഈ പ്രതിഷ്ഠകൾ നടത്തിയിരിക്കുന്നതെന്നും അത് ആരുടെ ബുദ്ധിഗുണങ്ങളാണെന്നും കടലിനെ കടക്കാത്തതാക്കുന്നത് കടലിലേക്ക് കടക്കാത്തതല്ല, കടൽ കടക്കാത്തതാക്കുന്ന രീതിയിൽ അഷ്ടദിക്കിനെ ബന്ധിച്ചുറപ്പിച്ച് സപ്തഭൂഖണ്ഡങ്ങളെയും സമുദ്രോപരിതലത്തിൽ ഉയർത്തി നിർത്തി വൈഷ്ണവ ശക്തിയുടെ പാലാഴിയെ ഉത്തര ധ്രുവത്തിനും ദക്ഷിണ ധ്രുവത്തിനും ഇടയിൽ അഖണ്ഡമായി നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഭാരതം ചെയ്തു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ശാസ്ത്ര രസതന്ത്രം ലോകം അറിയുമ്പോൾ മനസ്സിലാക്കാനായിട്ട് നമ്മളുടെ മതചിന്തകളെ മാറ്റിവെക്കുക, ജാതി ചിന്തകളെ, ജീർണിച്ച ജാതി വ്യവസ്ഥയെ മാറ്റിവെക്കുക, വർണ്ണവെറികളെ മാറ്റിവെക്കുക, നാസ്തികവാദത്തെ ഒരു സൈഡിലേക്ക് മാറ്റുക. നാസ്തികവാദത്തെ ഒരിക്കലും പുച്ഛിച്ചുകൊണ്ടല്ല പറയുന്നത്. നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത് യുക്തിയുടെ പദത്തിലല്ല, യുക്തമായി ഇതിനെ തിരഞ്ഞെടുക്കാനുള്ള ശേഷിയാണ് മനുഷ്യനുണ്ടാവേണ്ടത്. പെട്ടെന്ന് സെലക്ട് ചെയ്ത് ഒരെണ്ണത്തിനെ തിരഞ്ഞെടുക്കാൻ, യുക്തമായി ഇതിനെ തിരഞ്ഞെടുക്കുവാനുള്ള ബുദ്ധിയാണ് മനുഷ്യനുണ്ടാവേണ്ടത്. അല്ലാതെ യുക്തിയിൽ തന്നെ കടിച്ചു തൂങ്ങേണ്ട ദുർബലമായിട്ടുള്ള അവസ്ഥയിലല്ല മനുഷ്യൻ ഇന്നും ജീവിക്കേണ്ടത്. യുക്തിവാദികളും തിരിച്ചറിയണം, ഈ ത്രേത സിദ്ധാന്തം യുക്തിവാദത്തിനും ഇടമില്ലാത്തതാണ്, മതചിന്തകൾക്കോ ജാതി ചിന്തകൾക്കോ ഇടമില്ലാത്തതാണ്. അത്രയും ബ്രഹ്മാണ്ഡമായിട്ടുള്ള ശാസ്ത്ര രഹസ്യമാണ് പ്രണവവേദത്തിലൂടെ പുറത്തേക്ക് വിടുന്നത്. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതാണ്, ആരെയും ദുഃഖിപ്പിക്കുന്നതല്ല, ആർക്കും ഒരു കുറവും വരുത്തുന്നതല്ല എന്നുകൂടി പറയുന്നു. വലിയ സന്തോഷം തോന്നുന്നു. ത്രേത സിദ്ധാന്തത്തിലൂടെ ശ്രീകൃഷ്ണ ഭഗവാനാണല്ലോ ഭാരതത്തെ അഷ്ടദിക് പീഠങ്ങളിൽ ഉറപ്പിച്ചുകൊണ്ട് ഭാരതത്തെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത്. ഭാരതം അറിവിന്റെ ലോകമാതാവാണെന്ന് പറയുമ്പോൾ ആ അറിവിന്റെ മാതാവിന് മുഴുവൻ പ്രദേശങ്ങളെയും ഭൂഖണ്ഡങ്ങളെയും ഒരേപോലെ മക്കളായി കാണാനുള്ള ആ ശേഷിയുള്ള, അതുകൊണ്ടാണല്ലോ ഭാരത മാതാവ് ഭാരതാംബ എന്ന് പറയുന്നത്. പ്രണവവേദിയിലൂടെ കിട്ടുന്ന ഈ അറിവ് ആഗ്രഹിക്കാനായിട്ട് നിൽക്കുന്ന ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക്, ആഗ്രഹിക്കാൻ താല്പര്യമുള്ളവർക്ക്, ആഗ്രഹിക്കുന്നവർക്ക് വലിയ സത്യത്തെയാണ് അങ്ങ് പ്രണവവേദിയിലൂടെ തുറന്നു തരുന്നത്. എല്ലാവർക്കും നല്ല ഉന്മേഷം ഉണ്ടാകട്ടെ, എല്ലാവർക്കും മംഗളത്തെ കൊടുക്കട്ടെ പ്രണവവേദിയിലൂടെ. എല്ലാവരും അത് ഗ്രഹിക്കട്ടെ, മനസ്സിലാക്കട്ടെ, ഉൾക്കൊള്ളട്ടെ. അത് ഏറ്റവും സന്തോഷമാർന്ന സന്ദർഭത്തിൽ ആവട്ടെ എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഒരുപാട് സന്തോഷം. നമ്മള് ഇന്നും ഈന്തലിൽ തന്നെ നിൽക്കുകയാണ്. അഷ്ടദിക്പാലകരിലെ 2ാം സ്ഥാനക്കാരൻ, എന്നാൽ ജീവലോകത്തിന്റെ 1ാം സ്ഥാനക്കാരൻ. 1 പറയുന്ന സംഖ്യക്ക്, എന്ന് പറയുന്ന അക്ഷരത്തിന് 1ാമത്തെ മാസത്തിന് കാരണമായിരിക്കുന്ന, വർഷത്തിന് കാരണമായിരിക്കുന്ന ആ വൈഭവത്തെ കുറിച്ച്, ജീവന്റെ ശക്തിയുടെ വൈഭവത്തെ കുറിച്ച്, ജനന കാരണ ശക്തിയായിരിക്കുന്ന ബ്രഹ്മ വൈഭവത്തിന്റെ വൈഭവം നമ്മൾ നേരിട്ട് കണ്ട് അനുഭവിക്കുക. അഷ്ടദിക്പാലകരെയെല്ലാം സർവ്വദേവസങ്കല്പങ്ങളെയും നേരിട്ട് കാണുവാൻ പ്രണവവേദയിലൂടെ പറ്റും. അതല്ല ഇതല്ല അത്തരമല്ല ഇത്തരമല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നല്ല, ഇതാണ് എന്ന് പറയുവാനായിട്ട് പ്രണവവേദയ്ക്ക് കഴിയും. ഏത് ദേവസങ്കല്പങ്ങളെയും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണം. അതെ, ദേവസങ്കല്പങ്ങളെ മാത്രമല്ല, ശിവനെയോ പാർവതിയോ സുബ്രഹ്മണ്യോ ഗണപതിയോ ചണ്ഡിയോ ചാമുണ്ടിയോ ഭദ്രകാളിയോ ഭൈരവിയോ വിഷ്ണുവെയോ ലക്ഷ്മിയെയോ ബ്രഹ്മാവിനെയോ സരസ്വതിയെയോ മാത്രമല്ല, യക്ഷൻ യക്ഷി ഗന്ധർവൻ പിശാച് ചെകുത്താൻ ഡ്രാക്കുള എന്ത് വേണം, അതിനെയെല്ലാം നേരിട്ട് കാണുവാൻ നമുക്ക് കഴിയും. സമയം എന്താണ്, ഏതൊന്നിനെ അറിയുമ്പോഴാണോ ബാക്കി സർവ്വതും നമുക്കറിയാൻ കഴിയുന്നത്, ആ ഒന്ന് സമയമാണ്. എങ്ങനെയാണ് സമയം ജനിക്കുന്നത്, എങ്ങനെയാണ് സമയം മരിക്കുന്നത് എന്നറിയുവാനായിട്ട് തീർച്ചയായിട്ടും ജീവൻ എങ്ങനെയാണ് ജനിക്കുന്നത്, ജീവൻ എങ്ങനെയാണ് മരിക്കുന്നത്, ബ്രഹ്മാവിന് എന്താണ് 4 തല, വിഷ്ണുവിന് എന്താണ് 4 കൈ, ശിവൻ എങ്ങനെയാണ് പഞ്ചമുഖനാകുന്നത്, പഞ്ചബന്ധുവാകുന്നത്, പഞ്ചബാഹുവാകുന്നത്, എല്ലാം അറിയണമെങ്കിൽ പ്രണവവേദ നേരിട്ട് കാണിച്ചു തരും. ഏത് ദേവസങ്കല്പങ്ങളെയും, ഞാനല്ല, പ്രണവവേദത്തിൽ, ശ്രീരാമ സിദ്ധാന്തത്തിൽ, ത്രേത സിദ്ധാന്തത്തിലൂടെ, ദൈവ ജൈവ ശൈവ വേദ സിദ്ധാന്തത്തിലൂടെ
മൂന്നായി പിരിഞ്ഞ ആ പൊരുളിനെ ഒന്നായി ചേർത്ത് വെക്കുന്ന ആ പരമ പ്രധാനമായിരിക്കുന്ന പഞ്ചമവേദത്തിലൂടെ ജനങ്ങളുടെ അന്ധവിശ്വാസത്തിന് അറുതി വരുത്തുവാനായിട്ട് നമ്മളുടെ ഈ പ്രണവവേദത്തിന് ശക്തിയുണ്ട്. ഇന്നലത്തെയും ഇന്നത്തെയും നാളത്തെയും അറിവുകളെ ചേർത്ത് വെച്ച് ഒന്നാകുന്ന, അറിവ് കൊണ്ടൊന്നാകുന്ന ഒരു ലോകക്രമം, അതിലേക്ക് നമുക്ക് എത്രയും വേഗം നടന്നെത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് എന്നോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മോഹനൻ പന്നിക്കൽജി, ഒരുപാട് സന്തോഷം ഇത് അങ്ങയോട് സംസാരിക്കാൻ പറ്റുന്നത്. വളരെ നന്ദി സന്തോഷി, വളരെ നന്ദി. നമസ്തേ.